ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പം ഇന്ന് ഡേ മൈ ലൈഫിൻ്റെ വീഡിയോ ഒന്നല്ല കേട്ടാ. ഒരു കടച്ചക്ക, ശീമച്ചക്ക എന്നൊക്കെ പറയും, പല പേരിലാണല്ലോ അറിയപ്പെടുക. അപ്പോൾ ഇവിടെ കടച്ചക്ക എന്നാണ് പറയാട്ടാ. അപ്പോൾ ഈ കടച്ചക്ക നല്ല ഗ്രേവിയോട് കൂടിയിട്ട് എങ്ങനെ കറി വെക്കാന്നുള്ളതാണ് കേട്ടാ. അപ്പോൾ ഇതുപോലെ വെക്കാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ടാ. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഈ ആട്ടി വെളിച്ചെണ്ണയുടെ അടിഭാഗമായ കാരണം കേട്ടാ കളറ്. അതിലേക്ക് ഒരു അര സ്പൂണ് പെരുംജീരകം ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഒരു കഷ്ണം നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും ഒരു 5-8 വെളുത്തുള്ളി നടു ഒന്ന് കീറി കൊടുത്തതും കൂടിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കട്ടാ. എന്നിട്ട് ഒരു സവോള, ഒരു മീഡിയം സൈസിലുള്ളൊരു സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ നാളികേരം ചേർക്കുന്നില്ല ചിങ്ങ ഒരു സവോളക്ക് ബതിൽ ഒരു 2 സവോള ചേർത്ത് കൊടുക്കുക. അപ്പം ഇത് ഒരുപാട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, നമുക്ക് ഈ സവോള ഒന്ന് വാടി കിട്ടിയാൽ മതിട്ടാ. അപ്പോൾ ലാസ്റ്റ് നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സവോള ഒരുപാട് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ആ സവോള ഒന്ന് വാടി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം കേട്ടോ. നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ സവോളയൊക്കെ ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളി കേട്ടോ, വലിയൊരു തക്കാളി ചേർത്ത് കൊടുത്തുകൊണ്ട് ആ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു പിടി നാളികേരം കേട്ടോ, നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ വാരിയിട്ടുള്ള ഒരു പിടി നാളികേരം കേട്ടോ. ഇപ്പം നാളികേരം ഇല്ല ചുങ്ങ ഒരു 2 സവോള ഒരു എണ്ണം കൂടി കൂട്ടിയെടുത്താൽ നല്ല കുറുകിയ ഒരു ചാറ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പിടി നാളികേരം കൂടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഈ സവോളയും തക്കാളിയും കൂട്ടിക്കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. മൂപ്പിക്കൊന്നും വേണ്ട, നല്ല ഒന്നായിട്ട് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാ. അപ്പോൾ അത് നമുക്ക് ഒന്ന് ചേർത്തിളക്കി ഒന്ന് ചൂടാക്കി എടുക്കും. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1.5 സ്പൂണ് മുളക് പൊടി, അതായത് പിരിയമുളകിൻ്റെ പൊടിയും സാധാ എരിവുള്ള പൊടിയും കൂടിയിട്ട് 1.5 സ്പൂണ് മുളക് പൊടിയും 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടാ ചേർത്ത് കൊടുത്തുള്ളത്. അപ്പോൾ നമ്മൾ ചേർത്ത ആ പൊടി ഒന്ന് നന്നായിട്ട് മൂക്കണം കേട്ടോ അതിൽ കിടന്നിട്ട്. അപ്പോഴാണ് ആ കറിയുടെ ആ ഒരു കളറ് നമുക്കിത് കിട്ടുക കേട്ടോ. അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ള കേട്ടോ. അപ്പം നമ്മളെ കറിയിൽ ഒരുപാട് വേസ്റ്റൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കൂടി അരഞ്ഞ് ചേരുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി നമുക്ക് കിട്ടും കേട്ടോ. നല്ല ഒരു അപാര രുചിയാണ് കേട്ടോ ഈ കറി. അപ്പോൾ അതൊക്കെ ചൂടാറി വന്നപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം. അപ്പോഴേക്ക് നമ്മളെ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കഴുകിയിട്ടുള്ള കടച്ചക്ക ചേർത്ത് കൊടുത്തുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കടച്ചക്ക വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് വേവിക്കണം കേട്ടോ. കടച്ചക്ക വേവിക്കുമ്പോൾ ആദ്യം തന്നെ ഉപ്പിട്ട് വേവിക്കണം. ഒരുപാട് വേവൊന്നുമില്ല, നല്ല പൊടിയുള്ള പകുതി ഇന്നലെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വേവിനായിരുന്നു. അപ്പോൾ ആ വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ചും കൂടി അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചെറുതീയിൽ നല്ല ഒന്നും കൂടി തിളപ്പിച്ചെടുത്താലേ ആ മസാലയിൽ കിടന്നിട്ട് അതൊക്കെ ഒന്ന് നന്നായിട്ട് എരും പുളിയൊക്കെ ഒന്ന് പിടിക്കണം കേട്ടോ. അപ്പോൾ ഗ്യാസ് ഞാൻ ഓഫാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചട്ടിയുടെ ചൂടിൽ ഇതൊന്നും കൂടി വറ്റി കുറുകി വരും കേട്ടോ. നല്ല അടിപൊളി രുചിയുള്ള കറിയാണ്. അപ്പോൾ ഇതേപോലെ വെക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിയുണ്ട് കേട്ടോ.
പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സാധനം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ കറിയുടെ യഥാർത്ഥ ആ ഒരു രുചി നമുക്ക് കിട്ടുക. പിന്നെ അതിലേക്ക് കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി, ഒരു 2 ഇല്ലി കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ ആ കറിയുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 2 വറ്റൽമുളകും പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കിയിട്ടാണ് കൂട്ടുകാരെ. അപ്പോൾ കറിയൊക്കെ ഒന്ന് ചൂടാറിയപ്പോൾ ഞാനൊന്ന് ചേർത്ത് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. അതിൽ നല്ല കുറുകിയൊരു ഗ്രേവി അപാര ടേസ്റ്റാട്ടാ. വെള്ളപ്പത്തിനായാലും നൂൽപ്പെട്ടിനായാലും പുട്ടിനായാലും ഏതിൻ്റെ കൂടെയും കഴിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബൈ.